ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി വരാൽ പൊള്ളിച്ചതാണ്. ഇത് ഞാനല്ല ചെയ്യുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒത്തൻറ്റിക് രീതിയിൽ വരാൽ പൊള്ളിച്ചത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് രാച്ചിച്ചിയാണ് ചെയ്യുന്നത്. ഇതാണ് ഞങ്ങളുടെ രാച്ചിച്ചി. അപ്പം രാച്ചിച്ചി സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം നമ്മളിങ്ങനെ ചതച്ചാണ് ഇടുന്നത്. ഇത് ശരിക്കും ഭയങ്കര ഒത്തിരി വർഷം പഴക്കമുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഇതെൻ്റെ അമ്മൂമ്മയുടെയൊക്കെ കാലം തൊട്ടേ ഉള്ള ഒരു ഇതാണ്. അമ്മൂമ്മ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഈ വീഡിയോയുടെ അവസാനം. അവിടുത്തെ പണ്ടത്തെ കാലത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം നിങ്ങളിതൊന്ന് കണ്ടു നോക്ക്. ഇത് അടുപ്പിലാണ് വെക്കുന്നത് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒത്തൻറ്റിക് രീതിയിൽ തന്നെ അത് പോവുകയാണ്. അത്ര ടേസ്റ്റായിരുന്നു ഈ വരാൽ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നിങ്ങളിതൊന്ന് ചെയ്യും വേണം. ഇതിലേക്കിപ്പം ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഞാനിതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു, അതുകൊണ്ടാണ് ഇച്ചിരി പത പോലെയൊക്കെ വന്നതിൽ. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചെയ്യുന്നതാണ് ടേസ്റ്റ് കൂടുതൽ എന്നാണ് രാച്ചിച്ചി പറഞ്ഞത്. പക്ഷേ അറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. അപ്പോൾ പക്ഷേ നല്ലൊരു റെസിപ്പി. പിന്നെ ഞാനത് എഡിറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾ വിചാരിക്കത്തില്ല എന്താ ഈ പത വരുന്നത്. പത വരാൻ മെയിൻ പ്രോബ്ലം വന്നത് 2 എണ്ണ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങളിതൊന്ന് കണ്ടു നോക്ക്. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. പക്ഷേ ഈ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല, അത്ര ടേസ്റ്റായിരുന്നു ഈ റെസിപ്പി. 6 സവോള, 6 സവോള ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് വയ്ക്കണം. മറ്റേതാ കൂടുതലിട്ടത്. അപ്പം മോൾ ഒഴിക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഇത് സവോളയൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവോളയൊക്കെ നല്ലൊരു ബ്രൗൺ കളർ ആകുന്നവരെ നല്ലപോലെ വഴറ്റിയെടുക്കണം. കുറച്ച് ടൈം എടുക്കും, കാരണം നമ്മൾ ഗ്യാസിലൊന്നും അല്ലല്ലോ ചെയ്യണം. അടുപ്പിലാകുമ്പോൾ ഇടയ്ക്കൊക്കെ തീ കുറയും, അപ്പോൾ പിന്നെ നമ്മൾ വിറക് വെച്ച് കൊടുക്കുക, അങ്ങനത്തെ ഒക്കെ രീതിയാകത്തില്ല. അതുകൊണ്ടാണ് ടൈം എടുക്കുന്നത്. പക്ഷെ അത്ര ടൈം എടുത്താലും ഇത് ഭയങ്കര ടേസ്റ്റായിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. സവോള ഒന്ന് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത്. ഇപ്പം തന്നെ നമ്മൾ അത് നല്ലപോലെ ഒന്ന് വഴട്ടുക. കുറച്ച് എണ്ണ കൂടുതലാണ് കേട്ടോ. ഇത് കണ്ട എണ്ണയിലിട്ടിങ്ങനെ മുരിച്ചെടുക്കണം ഈ സവോള. അതിലാണ് ടേസ്റ്റൊക്കെ ഇരിക്കുന്നത്. ഇതിങ്ങനെ ഇട്ട് കുറച്ച് എണ്ണ വേണ്ടി വരും ഈ റെസിപ്പിക്ക്, എന്നാലും അത്രയ്ക്ക് ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണ്. പിന്നെ തേങ്ങ ഞാനിപ്പോൾ ചിരണ്ടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് തേങ്ങാപ്പാലിന് വേണ്ടിയാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ അവിടുത്തെ ചേച്ചിയാണ് ചിരട്ടി തരുന്നത്. പിന്നെ രാജിച്ചി വരാലപ്പം മുറിച്ചെടുക്കുമായിരുന്നു. അപ്പോൾ എന്നോട് ചോദിക്കുമായിരുന്നു ഏത് സൈസിൽ വേണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞാൽ നമ്മൾ പൊള്ളിക്കുന്ന ഏത് സൈസാണെന്ന് വെച്ചാൽ ആ സൈസിൽ തന്നെ എടുക്കാൻ ഞാൻ രാജിച്ചിയോട് പറഞ്ഞു. പിന്നെ ഇതിലേക്ക് കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ട് നല്ലപോലെ വഴറ്റി എടുക്കണം കേട്ടോ. പിന്നെ ഇനി ഇതിലേക്ക് മസാലകളൊക്കെ ഉണ്ട്, അത് കുറച്ച് ടൈം എടുക്കും. ഇത് നല്ലപോലെ വഴണ്ടതിന് ശേഷമാണ് മസാല ഇടുന്നത്. ഇനി വഴണ്ട് കഴിഞ്ഞ് ഇനി നമുക്ക് മസാല ഇടാം. ആദ്യം ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ്, അത് 3 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയൊന്നുമില്ല കേട്ടോ, കാശ്മീരി ചില്ലി പൗഡറാണ് ആദ്യം ഇടുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടെ എരിവിന് വേണ്ടി എരിവുള്ള മുളക് പൊടി, അത് 1 ടേബിൾ സ്പൂൺ ഇടുക. അതും ഇട്ട് നല്ലപോലെ അതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർക്കുന്നുണ്ട്. ഉലുവ ഇങ്ങനെ പൊടിയല്ല, ഇങ്ങനെ ഹോൾ ഉലുവ തന്നെയായിട്ടാണ് ഇടുന്നത്, സീഡായിട്ട് തന്നെ ഇടുന്നത്. അതൊരു 1/2 ടീസ്പൂണും ചേർത്ത് നല്ലപോലെ അതും വഴറ്റുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ അപ്പം തന്നെ പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. പൊടിച്ച് വെച്ച കുരുമുളകല്ല, നമ്മൾ ആ സമയത്ത് ഹോൾ കുരുമുളക് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അതും ഇട്ട് നല്ലപോലെ വഴറ്റുക. കാരണം ഈ മസാലയുടെ ആ പച്ച മണം ഒക്കെ പറയത്തില്ലേ, അത് മാറണം. അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഇതിങ്ങനെ വഴറ്റി കണ്ടത് ഇതേപോലെ ഇരിക്കണം. മസാലയൊക്കെ മുരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക്
നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച മീനില്ലേ അതിതിലേക്ക് ചേർക്കാം. ഇതിപ്പം 1.5 കിലോ വരാലുണ്ട് കേട്ടോ. അപ്പം വരാൽ നല്ലപോലെ ഇതിൻ്റെ എല്ലാം സ്കിന്നൊക്കെ എടുത്തിട്ടാണ് നല്ലപോലെ അത് ക്ലീൻ ചെയ്തെടുത്ത് അത് എന്നിട്ട് നമ്മളിതാ ഇതിലേക്ക് ചേർക്കും. ഇപ്പം നമുക്ക് ഇത് വെച്ച് തവി വെച്ചൊക്കെ ഇങ്ങനെ ഇളക്കാം കേട്ടോ. മീൻ വെന്തതിന് ശേഷം നമ്മൾ തവിയോ സ്പൂണോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് അതെല്ലായിടത്തും മസാല എല്ലായിടത്തും പിടിക്കുന്ന പോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ തേങ്ങ ചിരണ്ടിയില്ല, അപ്പോൾ അതിനി പാലാക്കിയിട്ട് നമുക്കിത് 2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് ഇതിലേക്ക് ഗ്രേവിക്ക് വേണ്ടി. അപ്പോൾ ഇതൊന്ന് എല്ലാ മസാല എല്ലായിടത്തും ഒന്ന് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കണം. മൊത്തം ഒഴിക്കട്ടെ. ഇതിപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഇതാ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഇനി നമുക്ക് തീ കുറച്ചും കൂടെ കൂട്ടണം. അതുകൊണ്ട് വിറകൊക്കെ വെച്ച് തീയൊക്കെ നന്നായിട്ട് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി വേണം. തക്കാളി പക്ഷേ നമ്മളിപ്പോൾ ഇടരുത്. നമ്മൾ ആ പൊള്ളിക്കുന്ന വാഴയിലൊക്കെ വെക്കുന്ന സമയത്ത് തക്കാളി ഇടുന്നുള്ളൂ കേട്ടോ. ഇതുപോലെ ഇച്ചിരി കട്ടിക്ക് വേണം കേട്ടോ. 4 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ വട്ടത്തിലരിയണം. കനത്തിലിടണം. ഇനി നമുക്ക് വലിയ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ പൊള്ളിക്കാൻ വേണ്ടിയാണ്, വാഴയിലയൊക്കെ വെച്ച് പൊള്ളിക്കാൻ. അപ്പോൾ വാഴയില ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. നമുക്ക് ഗ്യാസിൽ വെച്ചാണ് വാട്ടിയെടുക്കുന്നത് കേട്ടോ. ഇനി അത് വെച്ചതിന് ശേഷം നമുക്ക് വെന്ത മീൻ ഇതിൻ്റെ മുകളിലേക്കാണ് ഇടുന്നത്. ഇങ്ങനെ എല്ലായിടത്തും നിരത്തി ഇങ്ങനെ ഇടണം. ഇതിങ്ങനെ പാത്രത്തിൽ വാഴയില വെച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ നിരത്തി എല്ലായിടത്തേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ. അതിനാണ് നമ്മൾ വലിയ പാത്രം എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെ എല്ലായിടത്തേക്കും ആക്കണം. അത് കഴിഞ്ഞ് നമ്മൾ അടുപ്പിൽ പിന്നെ ഒന്ന് വെക്കുന്നുണ്ട്. ഇതിന് നമ്മൾ പൊള്ളിച്ചെടുക്കുമല്ലേ. അപ്പം അടുപ്പിലൊക്കെ വെച്ചിട്ട് നമുക്കിനി തക്കാളി നേരത്തെ അരിഞ്ഞ് വെച്ച തക്കാളി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എല്ലായിടത്തേക്കും. അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് അടച്ച് വെച്ചാണ് വേവിക്കുന്നത്. കുറച്ച് തീ മതി കേട്ടോ. ഇനിയിപ്പോൾ ഒത്തിരി നമുക്ക് തീ വേണ്ട, കുറച്ച് തീ മതി. ഇതുപോലെ ഇനി ഒരു 20-25 മിനിറ്റ് ഇതിങ്ങനെ അടച്ചു വെച്ച് പൊള്ളിക്കാൻ വയ്ക്കാം നമുക്ക്. അപ്പോൾ അതേ സമയത്ത് ഞാൻ എൻ്റെ അമ്മൂമ്മയെ പരിചയപ്പെടുത്താം. എൻ്റെ അമ്മൂമ്മയുടെ പേര് രമണി രാമചന്ദ്രൻ എന്നാണ്. അപ്പോൾ അമ്മൂമ്മ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പണ്ടത്തെ കാലത്ത് വരാൽ പിടിക്കുന്നതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അമ്മൂമ്മ പറയുന്നുണ്ട്. അപ്പം അമ്മൂമ്മ പറയുന്ന കേൾക്കാം നമുക്ക്. കിഴക്ക് വശവും പടിഞ്ഞാറും കിഴക്ക് വശമൊക്കെ തോടും ഒക്കെ, പടിഞ്ഞാറ് വശം കായത് കുളം, ഒരെല്ലാ പറമ്പിലും കുളവും. അപ്പൊ എത്ര വയസ്സുണ്ട് അക്രാംശിക്ക്? എത്ര വയസ്സുണ്ടായിരുന്നു? 18-19 വയസ്സായിരുന്നു. വരാലൊക്കെ അവിടെ ഉണ്ടോ? ഒത്തിരി വരാലൊക്കെ ഉണ്ടായിരുന്നോ? ഇപ്പൊ എങ്ങനെ, ഞാൻ അത്രയും വർഷമായി പോയിട്ട്. അതല്ല, പണ്ടത്തെ കാലം പറഞ്ഞു. അപ്പൊ പിടിക്കും നിങ്ങളെല്ലാരും? ഇവിടെ അവര് കുളമൊക്കെ നികത്തി കാണും, ഓരോരുത്തരും വിലക്കെടുക്കും. അപ്പൊ അല വീശി പിടിക്കും മോളെ വരാലിനെ. പക്ഷെ വരാല് നമ്മൾ ഈ കുളത്തിൽ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അടുക്കളയിലേക്കൊരു നോട്ടം, കാരണം അതെങ്ങനെ എന്തായി എന്നുള്ളത്. തക്കാളി കുറച്ചും കൂടെ വേവാനുണ്ട്. അതാണ് നമ്മൾ തക്കാളി ഇടുന്നത് കേട്ടോ അവസാനം. അപ്പം തക്കാളിയുടെ ആ ഒരു നല്ല സോഫ്റ്റാക്കി അത് നന്നായിട്ടിരിക്കണം. ഇപ്പോൾ തക്കാളി ഇച്ചിരി കട്ടിയായിട്ടിരിക്കും. അതുകൊണ്ട് ഇനിയും ഒരു 10 മിനിറ്റും കൂടെ വെക്കാമെന്ന് രാച്ചി ഇങ്ങനെ പറഞ്ഞു. അപ്പം ഇത് നമുക്കൊരു 10 മിനിറ്റും കൂടെ ഇരിക്കട്ടെ. അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ, നമ്മുടെ വരാൽ പൊള്ളിച്ചത്. അപ്പം ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഇത്രയും ടേസ്റ്റായിട്ടുള്ളൊരു ഫിഷ് പൊള്ളിച്ചത് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം
എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.